പടം നല്ല നല്ല പടമാണ്. നമുക്ക് ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. ബിജുചേട്ടൻ്റെ ഒരു ഫുൾ പാക്ക് എന്താ പറയുക കോമഡി എൻ്റർടൈനറാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക് യു. തുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള തുണ്ടാന്ന് വിചാരിച്ച് കാണാൻ വരണ്ട. ഇതങ്ങനെ തുണ്ടല്ല. നമ്മൾ എക്സാമിനൊക്കെ തുണ്ട് വെച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യും. ഐ മീൻ ഞാൻ തുണ്ടൊന്നും വെച്ചില്ല, വെച്ച ആൾക്കാർക്ക് ഫീൽ ചെയ്യും. പിന്നെ നല്ല രീതിയിൽ അതൊക്കെ കാണിക്കുന്നുണ്ടോ, നമുക്ക് ആ ഒരു ഫീലൊക്കെ വരും. പിന്നെ ബിജു മേനോൻ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങ കഴിഞ്ഞതിന് ശേഷം ഇത്രയും എന്താ പറയുക ഫുള്ളായിട്ട് തമാശ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അയ്യപ്പനും കോശിയൊക്കെ ആയിട്ട് കുറച്ച് സീരിയസ് ആയിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള സിനിമ, നന്നായിട്ട് ചിരിക്കാനുണ്ട്. സീരിയസ് കോമഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ ഭയങ്കര തമാശയൊക്കെ കണ്ട് ചിരിച്ച് ഒക്കെ പോവാം. പിന്നെ ഫുൾ എൻ്റർടൈനറാണ്. പിന്നെ ഇങ്ങനെ ഒരു പോലീസുകാരുണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പോലീസുകാരൊക്കെ നമ്മൾ സീരിയസ് ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ ഭയങ്കര കോമഡി. എന്തായാലും കാണണം, നല്ല രസമാണ്. തുണ്ടിന് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണ്ട് ഒരു ഭാഗമാണ്. അത് കണ്ടെന്നെ പറയണം. ഞാനത് പറഞ്ഞു ഞാൻ സ്പോയിലറായി പോകും, ശരിയാവില്ല. കാണണം, നല്ല രസമാണ്. സീനൊക്കെ ഉണ്ട് ആസ് എ മൂവി സേസ്, അത് കണ്ടിരിക്കേണ്ട സീൻസാണ്. ബിക്കോസ് അതിനകത്ത് ആ ഒരു ഡിറക്ഷൻ ബ്രില്യൻസ് നമുക്ക് പ്രോപ്പർലി കാണാൻ പറ്റും. സോ ത്രൂ ഔട്ട് ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന പടമാണ്. വിജുമനം കോമഡി നല്ല ഭംഗിയുണ്ടല്ലോ. ആ ഭംഗി ഇതിനകത്ത് ത്രൂ ഔട്ട് വർക്കൗട്ട് ഉണ്ട്. നല്ല സിനിമ, ആദ്യത്തെ അവസാനം വരെ ഫീൽ ഗുഡായിട്ട് നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ തുണ്ട് പേര് പോലെ തന്നെ അതാണ് കഥ. യൂത്തിനും പറ്റിയ സിനിമ. ബിജുവിൻ്റെ മോഹനായിട്ടൊരു പയ്യനുണ്ട്, അത് നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പടം, നല്ലൊരു ഫീൽ ഗുഡ് മൂവി, കുഴപ്പമില്ല. ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു സീരിയസ് റോളാണ് ബിജു മേനോൻ സാർ ചെയ്തിരിക്കുന്ന ഒരു ബേബി എന്ന ക്യാരക്ടറിൽ ആറാടി തിമിർത്തു എന്ന് തന്നെ പറയാം. ചിരിച്ചിരിച്ച് മണ്ണ് വെക്കുന്നൊരു സിനിമയാണ്. ഫുൾ ഫാമിലി പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറിക്ക് ഇത്രയും ഫണ്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് തമാശ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറമാണ്. ഇതിൽ പാട്ടുകളാണെങ്കിലും കോമഡി രൂപത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചിരിച്ച് ഞാൻ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ഇറങ്ങിപ്പോകാൻ തോന്നി. പക്ഷേ ഇറങ്ങിപ്പോകാൻ തോന്നിയില്ല. ആദ്യം അവസാനം വരെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിൽ നന്ദി പറയേണ്ടത് ഇതിൽ നിർമ്മാതാവോടാണ്. നിർമ്മാതാവ് ആസിഖ് ഉസ്മാൻ നല്ല രീതിയിലാണ് നിർമ്മാണം ചെയ്തുകൊണ്ടാണ് ഇത്രയും തിയേറ്ററിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ബിജു മേനോനും നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിലെ സെലിബ്രിറ്റീസാണ്. അപ്പോൾ അവരെ വെച്ച് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഷൈൻ ടോം ചാക്കോ സാറും ബിജു മേനോൻ സാർ ആറാടി തിമിർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ ഒരു ഫാമിലിക്ക് ഫണ്ട് വേണമെങ്കിൽ കോമഡിയാണ് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. സീരിയസ് ഇഷ്ടപ്പെടുന്നവർ ബ്രഹ്മയുഗത്ത് കയറുക. നല്ലൊരു കോമഡി പടം, അങ്ങനെയാണ് എനിക്ക് തുണ്ട് തോന്നിയത്. അതായത് ഇപ്പോൾ ഈ ബിജുമേനോൻ്റെ ഒരു വെള്ളിമുങ്ങ പടം ഇറങ്ങിയല്ലേ, ആ ഒരു ലെവല് കോമഡി വരും. പക്ഷേ വെള്ളിമുങ്ങയുടെ അത്രയും കോമഡി വന്നിട്ടില്ല എന്ന് ഞാൻ പറയും. എന്നിരുന്നാലും കാണാം, തിയേറ്ററിൽ തന്നെ കാണാവുന്നൊരു സംഭവം. പിന്നെ ഈ തുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിയൊക്കെ കയറാൻ കുറച്ച് മടിക്കും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണം ആ തുണ്ടാണ് ഉദ്ദേശിക്കണേ. അതുകൊണ്ട് തന്നെ എല്ലാ സീൻസും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ തന്നെയാണ് ലീഡ് ചെയ്തിരിക്കണേ. ബിജു മേനോനെ പോലെ തന്നെ മറ്റേ ഷൈൻ ടോം ചാക്കോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു നല്ലതായിട്ട്. പറയട്ടെ, മക്കളോട് ചോദിക്കാം. ടെക്നോളജി പുതിയത് പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയായാലും പ്രയോഗിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെയായിട്ടില്ല, ഇനി നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കൂടി ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് ചെയ്തേക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്നാലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എക്സൈറ്റ്മെന്റ് തെറ്റിച്ചിട്ടില്ല. ആദ്യമായിട്ടല്ലേ ഡാൻസ് ചെയ്യുന്നത്? സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട്, നിക്കക്കളിയില്ലാതെ ആകുമ്പോൾ ചെയ്യാറുണ്ട്. എന്നാലും അങ്ങനെ ഡാൻസറൊന്നുമല്ല, എൻ്റെ കൂട്ടത്തിലൊന്നും നനങ്ങി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് എനിക്കൊരു വലിയ പടത്തിലൊരു പ്രോമിനൻസ് ഉള്ള ഒന്ന് മിണ്ടാൻ പറ്റിയൊരു വേഷം കിട്ടിയത്. അപ്പോൾ അത് തന്നതിൽ നമ്മുടെ ഡയറക്ടർ റിയാസിനോടും ആഷിഖ് ഉസ്മാനോടും എൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമറൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആളുകളൊക്കെ ചിരിക്കണ്ടായി. പിന്നെ ഇപ്പോൾ ആദ്യത്തെ ഷോയിന് എല്ലാവരും പടമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ. പിന്നെ അടുത്ത ഷോയിലൊക്കെ സാധാരണ പ്രേക്ഷകർ കണ്ടത് വിലയിരുത്തട്ടെ. ഒരിക്കലും അവരുടെ സമയവും പൈസയൊന്നും പോകാൻ നിരാശരായൊന്നുമില്ല. നല്ലൊരു സിനിമയാണ്, നല്ല ഹ്യൂമറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട് റിയാസ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക.